അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെയുള്ളത് ബൈന്ദൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ മൂകാംബികയിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് നമ്മൾ മൂകാംബികയിലേക്ക് എത്തിയെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടൊരു തലശ്ശേരിയിൽ നിന്ന് മൂകാംബിക വരെ നമ്മൾ എത്തിയ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ട്രെയിൻ ഉണ്ട് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയാണ് മൂകാംബികയിലേക്ക്, ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ എങ്ങനെയാണ് മൂകാംബിക ക്ഷേത്രത്തിലേക്ക്, കൊല്ലൂരിലേക്ക് പോകുക എന്നുള്ളതും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ്, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഴനി വീഡിയോയിൽ പറഞ്ഞ പോലെ അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കവാടമൊക്കെ നിങ്ങൾക്ക് കാണാം, ഗംഭീര അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേഷനുകളും നല്ല കിടിലമാകും. ഇതൊക്കെ കണ്ട ടൈൽസൊക്കെ കിടിലമാക്കിയിട്ടുണ്ട്. നമുക്ക് മുന്നേ ഒന്നും ഇത്ര നീറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇതേപോലെ നമ്മുടെ അപ്കമിങ് ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ LED-യിലൊക്കെ കാണുന്ന വിധത്തിലൊക്കെ ആക്കിയിട്ടുണ്ട്. തൊട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാമില്ലെങ്കിൽ ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് ഞാൻ ടിക്കറ്റ് ഓൾറെഡി എടുത്തതാണ്. 85 രൂപയാണ്. ഞാൻ പോകുന്നത് മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 10:15 എത്തുക. ഇൻ്റർസിറ്റി ആയതുകൊണ്ട് തന്നെ ഫുൾ ജനറൽ കോച്ചാണ്. നമുക്ക് ഇഷ്ടം പോലെ സീറ്റ് അവൈലബിൾ ആയിരിക്കും, എവിടെ വേണമെങ്കിലും ഇരിക്കാനും സാധിക്കും. നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഒട്ടനവധി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് മുഴുവൻ മാറും. ഇവിടെ ഇപ്പോൾ AC വെയിറ്റിംഗ് റൂമൊക്കെ വന്നിട്ടുണ്ട്. 30 രൂപയാണ് AC വെയിറ്റിംഗ് റൂമിന് 1 മണിക്കൂർ. ആസ്പെയർ ഗ്രൂപ്പിൻ്റെതാണ്. ഫ്രീ ആയിട്ടുള്ളത് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. ഏറനാട് എക്സ്പ്രസ് ആണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്, പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക്. ലേറ്റാണ് വണ്ടി, 10:20 വണ്ടി വരുന്നത്. എൻ്റെ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റിയും ലേറ്റാണ്, ഒരു 10-15 മിനിറ്റോളം ലേറ്റാണ്. ഏറനാട് എക്സ്പ്രസ്സും ഒരു 15 മിനിറ്റോളം ലേറ്റാണ്. 9:55 തലശ്ശേരി എത്തേണ്ട വണ്ടിയാണ്. ഇപ്പോൾ 10:15 കഴിഞ്ഞ് 10:20 ആകാനാകുമ്പോൾ എത്തുന്നത്. അപ്പോൾ ഏറനാട് എക്സ്പ്രസ്സിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ വരെ പോകുന്ന വണ്ടിയാണ്. തിരുവനന്തപുരം സെൻട്രലിൽ രാത്രി 8:50 എത്തും. വണ്ടി ലേറ്റ് ആണെങ്കിൽ 9:30 അങ്ങനെ ആകുമ്പോൾ എത്തും. മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണെങ്കിൽ വണ്ടി ഏകദേശം 7:20 എടുക്കേണ്ടതാണ്. 166-05 എന്നാണ് വണ്ടി നമ്പർ. ഏകദേശം വണ്ടി ഇപ്പോൾ ട്രെയിന് അവിടെ വന്ന് നിന്നിട്ടുണ്ട്. ആളുകളൊക്കെ കയറ്റി വണ്ടി പോവാണ്. എന്തായാലും 166-05 ഏറനാട് എക്സ്പ്രസ്. ഇനിയിപ്പോൾ നമ്മളെ വണ്ടി വരാണ്ട് 10:20 വരേണ്ട വണ്ടി ഇതുവരെ എത്തിയില്ല, ലേറ്റാണ്. 10:30 ആകുമ്പോഴത്തേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വന്നുകൊണ്ടിരിക്കുകയാണ്. 10:20 എത്തേണ്ട വണ്ടിയാണ് ഇപ്പോൾ എത്തുന്നത്. ഒരു 10:27 എത്തുന്നത്. ഏകദേശം 5-6 മിനിറ്റ് ലേറ്റാണ് വണ്ടി. ഡെയിലി ഓടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. ഈ വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണെങ്കിൽ മത്സ്യഗന്ധിയുണ്ട്, ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ മുംബൈ CST ഉണ്ട്. അപ്പോൾ ഞാൻ ഏതിൽ പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് നോക്കിയിട്ട് മാംഗ്ലൂർ സെൻട്രലിൽ എത്തിയിട്ട് നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഞാൻ ആദ്യം വണ്ടിയിലേക്ക് കയറട്ടെ. ഫുൾ ജനറൽ കോച്ചാണ്, അതുകൊണ്ട് എവിടെ വേണമെങ്കിലും കയറാം. എന്തായാലും ബാക്കി നമുക്ക് ട്രെയിൻ കയറിയിട്ട് പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനോട് വിട പറഞ്ഞ് നമ്മളെ വണ്ടി പോവുകയാണ്. മാംഗ്ലൂർ സെൻട്രൽ കോയമ്പത്തൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ 22-610 എന്നാണ് വണ്ടി നമ്പർ. നമ്മളെ കോയമ്പത്തൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ്. കോയമ്പത്തൂരിൽ നിന്ന് രാവിലെ 6 മണിക്ക് എടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ പാലക്കാടുള്ളവർക്കും പാലക്കാട് തൊട്ട് ഇങ്ങോട്ടേക്കുള്ളവർക്കൊക്കെ മാംഗ്ലൂർ സെൻട്രലിലെത്താനും അല്ലെങ്കിൽ കൊല്ലൂരേക്ക് പോകാനൊക്കെ ഉള്ള ബെസ്റ്റ് വണ്ടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ രാത്രിയൊന്നും നമുക്ക് ജനറൽ തന്നെ പോകാം. ഫുൾ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. രാത്രിയൊന്നും ഉറങ്ങാതെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ പോവാം. അതാണ് ഈ ട്രെയിനിൻ്റെ ഒരു ഗുണം. നമ്മളിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ.
അപ്പോൾ ബാക്കി നമുക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് പാലക്കാട് ജംഗ്ഷനിൽ ഒരു 7 മണിക്കെത്തും. അപ്പോൾ ബാക്കിയുള്ള സ്റ്റേഷനുകൾ ഒറ്റപ്പാലം, ഷൊർണൂർ, തിരൂർ, പരപ്പനങ്ങാടിയൊക്കെയാണ് ഇതിൻ്റെ സ്റ്റോപ്പ് വരുന്നത്, കോഴിക്കോടൊക്കെ. അപ്പോൾ മാംഗ്ലൂരേക്ക് പോകാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ട്രെയിനാണ് ഇത്. നമുക്ക് കൊല്ലൂരേക്കൊക്കെ പോകാനും ബെസ്റ്റ് ട്രെയിനാണ്. കാരണം വെച്ചാൽ ഇത് മാംഗ്ലൂർ സെൻട്രലിൽ എത്തുന്ന സമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് കൊല്ലൂരേക്ക് പോകേണ്ടവരാണെങ്കിൽ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് നമുക്ക് മത്സ്യഗന്ധയുണ്ട്. അല്ലെങ്കിൽ അത്ര വെയിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് തൊട്ട് അപ്പുറത്തെ സ്റ്റേഷനായ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് മുംബൈ CST ഉണ്ട്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ബാംഗ്ലൂർ എന്തെങ്കിലും ആവശ്യത്തിന് വരേണ്ടവരാണെങ്കിൽ നമ്മൾ സ്ലീപ്പറൊന്നും എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. ഇത് ആണെങ്കിൽ ഫുള്ള് ജനറൽ കോച്ചുകളാണ്, നമുക്ക് ഇഷ്ടം പോലെ വരാം. ഇതിപ്പോൾ നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയിട്ടുള്ളത്. ഫുള്ള് ആ റെയിൽവേ സ്റ്റേഷനും ഫുള്ള് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മളൊരു 2-3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ഒട്ടുമിക്ക റെയിൽവേ സ്റ്റേഷനും കിടുകിടാച്ചിയായിരിക്കും. അത് തന്നെ. ഇനിയിപ്പോൾ നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ജനറൽ കോച്ചായതുകൊണ്ട് ബാംഗ്ലൂരൊക്കെ പോയിട്ട് വരാൻ നമ്മൾ സ്ലീപ്പറോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ ഇഷ്ടം പോലെ കോച്ചും ഉണ്ട്. കോച്ച് ഏകദേശം ടോട്ടൽ 22 കോച്ച് വരുന്ന വണ്ടിയാണ്. അതിൽ 15 കോച്ചും ജനറൽ കോച്ചാണ്. അതുകൊണ്ട് നമുക്ക് ഫുട്ബോൾ കളിക്കേണ്ട സ്ഥലമുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സീറ്റ് എന്തായാലും കിട്ടും. അതാണ് നമ്മുടെ ഇൻ്റർസിറ്റി എക്സ്പ്രസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മത്സ്യഗന്ധയും മുംബൈ CST ഉണ്ട്. മത്സ്യഗന്ധയാണെങ്കിൽ 2:20 എടുക്കുക. മുംബൈ CST ആണെങ്കിൽ 2 മണിക്കാണ് എടുക്കുക. ഈ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 1:15 അവിടെ എത്തേണ്ടതാണ്. പക്ഷേ മിക്കവാറും 10-15 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മുംബൈ CST മത്സ്യഗന്ധയും കറക്റ്റ് ടൈമിനൊന്നും എന്തായാലും എടുക്കാൻ പോകുന്നില്ല. ചില ദിവസങ്ങളിൽ ലേറ്റ് ആവും. കാരണം വെച്ചാൽ പല സ്ഥലത്തും ഇത് സിംഗിൾ ലൈനാണ്. ഈ ഉടുപ്പി ബൈന്ദൂർ ഏരിയയിൽ പല സ്ഥലത്തും സിംഗിൾ ലൈനാണ്. അതുകൊണ്ട് തന്നെ ചില സമയം 2 വണ്ടിയും 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ലേറ്റ് ആകണം. ഇതിപ്പോൾ നമ്മൾ ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് 1:15 അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 വണ്ടി കൂടാതെ മുംബൈ CSTയും മത്സ്യഗന്ധയും കൂടാതെ നമുക്കുള്ള വണ്ടികളാണ് 3:30 മാംഗ്ലൂർ സെൻട്രലിൽ തന്നെ എടുക്കുന്ന മെമോ. അത് 6:10 എത്തുക. മെമോ ആയതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പല സ്ഥലത്തും പിടിച്ചിട്ടിട്ടില്ലായിരിക്കും പോവുക. എക്സ്പ്രസ് ഒക്കെ വരുമ്പോൾ മെമോ പിടിച്ചിടും. 6:10 എത്തേണ്ട വണ്ടി ചില സമയം 7 മണി 8 മണിയായാലും ചില സമയം എത്താൻ സാധ്യതയില്ല. ചില സമയം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മെമോ പോകാനും മതി. അപ്പോൾ ഒരിക്കലും മെമോന് പോകാൻ പാടില്ല എന്നേ ഞാൻ പറയൂ. പലരും നിങ്ങൾ മെമോ എടുത്തോ എന്നൊക്കെ പറയും, പക്ഷേ ഞാനൊരിക്കലും മെമോ സജസ്റ്റ് ചെയ്യില്ല. കാരണം മെമോ ഒക്കെ പലയിടത്തും പിടിച്ചിടാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ്. മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഈ 2 വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെയൊക്കെ രാവിലെയാണ്. രാവിലെയൊക്കെ മാംഗ്ലൂർ സെൻട്രലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2 വണ്ടി കൂടാതെ മഡ്ഗോൺ സ്പെഷ്യൽ എക്സ്പ്രസ് ഉണ്ട് 5:30. 8:40 നമുക്ക് മുരുടേശ്വർ എക്സ്പ്രസ് ഉണ്ട്. അത് 2 ഡെയിലി ഓടുന്ന തന്നെയാണ്. പിന്നെ 9:40 ബുധനാഴ്ചയും ശനിയാഴ്ചയും മാത്രം ഓടുന്ന വേറൊരു മുരുടേശ്വരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സും ഉണ്ട് മാംഗ്ലൂർ സെൻട്രലിൽ. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി ട്രെയിൻസ് പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലുണ്ട് നമ്മുടെ മുംബൈ CST വണ്ടിയാണ് 2 മണിക്കുള്ളത്. അതുകൂടാതെ നമുക്ക് അവിടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വണ്ടിയാണ്, അതായത് തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ച മാത്രം ഓടുന്ന കാർവാർ എക്സ്പ്രസ് 4:45 വിട്ടിട്ട് 7:05 ബൈന്ദൂർ മൂകാംബിക റോഡിലെത്തുന്നത്. അപ്പോൾ ആ കാർവാർ എക്സ്പ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനൊന്നും പോവാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ബൈന്ദൂരിൽ നിന്ന് ടാക്സി പിടിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിലൊന്നും പോയാൽ ഒരു വിഷയമില്ല. രാത്രി 1 മണിക്ക് എത്തുന്ന വണ്ടിക്കായാലും ഒരു വിഷയമില്ല. നമ്മൾ ബഡ്ജറ്റായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത്ര ലേറ്റായിട്ട് എത്തുന്ന ഒഴിവാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ അവിടെ നിന്ന് പിന്നെ ഇത് കിട്ടത്തില്ല, ബസ്സൊന്നും കിട്ടത്തില്ല, ടാക്സി തന്നെ ശരണമുള്ളൂ. ഇപ്പം നമ്മൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ നല്ല രീതിയിൽ പുതിയ കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്നുണ്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് കണ്ടോ, ഫുൾ കാലിയാണ്. നമുക്ക് ഇഷ്ടംപോലെ സീറ്റുണ്ട് നമ്മുടെ ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ. കോയമ്പത്തൂർ മാംഗ്ലൂർ സെൻട്രൽ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടാതിരിക്കുന്ന ഒരു വിഷയം വരികയില്ല. അപ്പോൾ നമുക്ക് മറ്റു ട്രെയിനിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വേരവേൽ എക്സ്പ്രസ് ഉണ്ട്. വേരവേൽ എക്സ്പ്രസ് എന്ന് പറയുന്നത്
ST6334 എന്നുള്ള വണ്ടി തിരുവനന്തപുരം തൊട്ടിട്ട് വേറെ ജംഗ്ഷൻ വരെ പോകുന്നതാണ്. അത് ബൈന്ദൂർ സ്റ്റോപ്പുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ തന്നെ പറ്റും. അത് നമ്മളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് ചൊവ്വാഴ്ചത്തെ വീക്കിലി വണ്ടിയാണ്. പക്ഷേ ബാക്കി ജില്ലക്കാർക്ക് അത് തിങ്കളാഴ്ച ഉള്ള വീക്കിലി വണ്ടിയാണ്. അപ്പോൾ ബൈന്ദൂർ പോകുന്ന, കൊല്ലൂരേക്ക് പോകുന്ന ബാക്കി ജില്ലക്കാർക്ക് അത് തിങ്കളാഴ്ചത്തെയാണ്. തിങ്കളാഴ്ച വൈകിട്ട് 3:45 തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്നത്. അപ്പോൾ ബാക്കി ജില്ലക്കാർ അതിനനുസരിച്ച് ടൈം നോക്കി വരിക. വേരവേൽ എക്സ്പ്രസ് ആണ് നമുക്ക് ഒരു വണ്ടിയുള്ളത്. പിന്നെ വരുന്നത് ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് ആണ്. 16336 എന്നുള്ള വണ്ടി നമ്പറിൽ ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ് നാഗർകോവിൽ തൊട്ടിട്ട് ഗാന്ധിധാം വരെയുള്ള വണ്ടിയാണ്. അത് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരത്ത് വൈകിട്ട് 4:12 എത്തുക. അത് ചൊവ്വാഴ്ചകളിലാണ്. നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക്, അതായത് കോഴിക്കോട് തൊട്ടിട്ടുള്ള ജില്ലക്കാർക്ക് ബുധനാഴ്ചകളിലുള്ള വീക്കിലി വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ മാംഗ്ലൂർ ജംഗ്ഷൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ തൊട്ടിട്ട് മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന വണ്ടിയാണ്. തിരുവനന്തപുരം സെൻട്രൽ, മാംഗ്ലൂർ സെൻട്രൽ വണ്ടിയാണത്. അത് ഷണ്ട് ചെയ്ത് ട്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടിട്ടതാണെന്ന് തോന്നുന്നു. അടുത്തൊരു വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ്. എറണാകുളം തൊട്ടിട്ട് നമ്മുടെ ഓക്ക വരെ പോകുന്ന എറണാകുളം ഓക്ക എക്സ്പ്രസ് ആണ്. അത് വരുന്നത് ഞായറാഴ്ചകളിലുള്ള വീക്കിലി എക്സ്പ്രസ് ആണ്. ഞായറാഴ്ച മാത്രമേ ഓടുന്നുള്ളൂ. അതുപോലെ തന്നെ സ്ഥിരം പോലെ തന്നെ കോഴിക്കോട് തൊട്ടുള്ള ബാക്കി ജില്ലക്കാർക്ക് അത് തിങ്കളാഴ്ചകളിലാണ്. അപ്പോൾ കോഴിക്കോട് തൊട്ട് ഞാൻ ഈ പറഞ്ഞ ട്രെയിനുകളിലെല്ലാം വീക്കിലി എക്സ്പ്രസ്സിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. കോഴിക്കോട് തൊട്ടിട്ടുള്ള മലബാർ ഏരിയയിൽ വരുന്ന ജില്ലക്കാർക്കെല്ലാം ഒരു ദിവസം ഇപ്പുറത്തായിരിക്കും. അതായത് ഞായറാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും, കോഴിക്കോട് തൊട്ടുള്ളവർക്ക് തിങ്കളാഴ്ച ആണെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും. അപ്പോൾ നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് ഞായറാഴ്ചകളിലാണ് എറണാകുളത്ത് നിന്ന് എടുക്കുന്നത്. എറണാകുളത്ത് നിന്ന് വൈകിട്ട് 8:25 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈന്ദൂർ എത്തുക ഏകദേശം നമ്മുടെ 7 മണിക്ക്, പുലർച്ചെ 7 മണിക്കാണ് ബൈന്ദൂർ എറണാകുളം ഓക്ക എക്സ്പ്രസ് എത്തുക. ഇപ്പം നമ്മൾ മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ട്രാക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് എന്താണെന്ന് പറയാം, 1:15 എത്തേണ്ട വണ്ടിയാണ്. പക്ഷേ ഇതിപ്പോൾ 1 മണിക്ക് എത്തിയിട്ടുണ്ട്. കണ്ണൂർ വിട്ടതിന് ശേഷം നല്ല ചാവിട്ടി പിടിച്ച് അടിച്ച് പോയിന്. തലശ്ശേരി എത്തുന്നത് ഏകദേശം 10 മിനിറ്റ് ലേറ്റായിട്ടായിരുന്നു. ഇപ്പോൾ വണ്ടി 15 മിനിറ്റ് മുന്നെയാണ് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇനി നമുക്ക് ഇതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിയില്ല, നമ്മൾ വന്ന് ഇറങ്ങിയത്. നമുക്ക് പുറത്തിറങ്ങി നേരെ നമുക്ക് നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ എത്തിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മ നമുക്ക് പുതുചോറായിട്ടൊക്കെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അധികം ബഡ്ജറ്റ് ഇല്ലാത്ത ഒരു ട്രിപ്പാണ് പോകുന്നത്. അതായത് ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ളൊരു ട്രിപ്പാണ്. എത്ര കുറച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇതുവരെ നമുക്ക് ചിലവായിട്ടുള്ളത് വെറും 85 രൂപയാണ്. അതായത് മംഗലാപുരം സെൻട്രൽ വരെ വരാനുള്ള ഇൻ്റർസിറ്റിക്ക് ആയത് 85 രൂപയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ജംഗ്ഷനിലേക്ക് വരെ നമുക്ക് എത്ര പൈസയാവും നോക്കാം. നമുക്ക് ഇതാണ് നമ്മുടെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ബസ്സിന് നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം ചെയ്യാം. ഞാൻ മുന്നേ വന്നപ്പോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വരെ എക്സാം എഴുതാൻ വന്നപ്പോൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ സെൻട്രലിൽ നിന്ന് ജംഗ്ഷനിലേക്ക് പോയത് ഓട്ടോ എടുത്തിട്ടാണ്. ഇവിടെ നമുക്ക് പ്രീപെയ്ഡ് ടാക്സി അവൈലബിൾ ആണ്. നമ്മൾ അന്ന് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി പോയത് ഏകദേശം 150 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 150 രൂപക്കാണ് മംഗലാപുരം സെൻട്രലിൽ നിന്ന് ജംഗ്ഷൻ വരെ പ്രീപെയ്ഡ് ഓട്ടോന് പോയത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിന് പോകാം. ഞാൻ ഇപ്രാവശ്യം ബസ്സിനാണ് പോകുന്നത്. എങ്ങനെയുണ്ട് ബസ് യാത്ര, എത്ര പേർ വരുന്നുണ്ട് നമുക്ക് നോക്കാമല്ലോ, എത്ര ടിക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ. ഇതെന്തുകൊണ്ടാണ് ഇത് മാത്രം പ്രത്യേകിച്ച് കിടിലമാക്കാത്തതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ആക്കുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാണുന്നതാണ് അവിടെയുള്ള പ്രീപെയ്ഡ് ടാക്സി. പിന്നെ നമ്മുടെ തൊട്ട് ഈ സൈഡിൽ നിന്ന് നമ്മുടെ ഫ്ലാഗിൻ്റെ കൊടിമരത്തിൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് ആ ബൈക്കെല്ലാം നിർത്തിയിട്ടതിൻ്റെ തൊട്ട് മുന്നിൽ നിങ്ങൾക്ക് കാണുമല്ലോ ഐറ എന്നുള്ള ഏരിയ ബസ്. അതൊക്കെ കൊല്ലൂരേക്കുള്ള ബസ്സാണ്. നിങ്ങൾക്ക് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബസ് കിട്ടും. ബസ് എത്ര റേറ്റ് എന്നറിയില്ല കൃത്യമായിട്ട്, നിങ്ങൾക്ക് ബസ് കിട്ടും. അപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ നേരെ മേലെ കയറി നമ്മൾ ഇനിയിപ്പോൾ നടന്ന് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിക്ക് നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ജംഗ്ഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ജംഗ്ഷൻ ബസ് കിട്ടും. ബസ് സ്റ്റോപ്പിൽ നിന്ന് എനിക്കിപ്പോൾ ബസ് കിട്ടിയത് ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു നല്ല ഒരു ക്ലോക്ക് ടവറുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ
ലെഫ്റ്റ് സൈഡായിട്ട് ആ റോഡ് സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് നമ്പർ 910 ബസ് നമ്പറാണ് നമ്മുടെ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതെന്നാണ് എനിക്ക് അവിടുന്ന് പറഞ്ഞ അറിവ്. അത് കൃത്യമാണോന്നറിയില്ല. എൻ്റെ ബസ് നമ്പർ ഇപ്പോൾ 9 അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഞാൻ. ഇതാണ് നമ്മുടെ ബസ് വന്ന് നിർത്തുന്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സ്ഥലം ഇതാണ് കേട്ടോ. അവിടെ ഒരു നമ്മുടെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നടന്നിട്ട് വേണം നമുക്ക് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. ബസ് ഫെയർ എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ബസ് ഫെയർ ആയത് 15 രൂപയാണ്. നമ്മൾ ബസ് കയറാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കോളേജ്, അതായത് ഈവനിങ് കോളേജൊക്കെ വരുന്ന അതിൻ്റെ മുന്നിൽ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ടവറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ബസ് കയറാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ താഴോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടനവധി ബസ് നിർത്തുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ഒട്ടനവധി പ്രീപെയ്ഡ് ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. സെൻട്രലിൽ അവൈലബിൾ ആണ്, ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാണ് വരുന്നതെങ്കിൽ, ജംഗ്ഷനിലുള്ള വണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളിവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് പ്രീപെയ്ഡ് ടാക്സി എടുത്തിട്ട് നേരെ സെൻറ്ററിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഞാൻ ഇറങ്ങി ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ബസ് കിട്ടും. അവിടുന്ന് നേരെ സെൻറ്ററിലേക്ക് പോയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊന്നും എടുക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ UTS ആപ്പ് വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നല്ല രീതിയിൽ മോഡിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ജംഗ്ഷൻ അടിപൊളിയാക്കുന്നുണ്ട്, സെൻറ്ററിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലയെന്നേ ഉള്ളൂ. ഇനി നമ്മൾ UTS ആപ്പ് വെച്ച് എടുക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ 7 മീറ്റർ ചുറ്റളവിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. 7 മീറ്ററിന് പുറത്താണെങ്കിൽ മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റൂ. ഇവിടെ ഇതപ്പോൾ നമ്മൾ വന്ന് കയറിയ പാടെ തന്നെ ഒരു ചരക്ക് വണ്ടിയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് പോകേണ്ടത് നമ്മുടെ മുംബൈ CST വണ്ടി. അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാംഗ്ലൂർ ജംഗ്ഷൻ തൊട്ടിട്ട് മുംബൈ ഛത്രപതി ശിവജി ടെർമിനൽസ് വരെ പോകുന്ന മുംബൈ CST വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 2 വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. നമുക്കിനി പ്ലാറ്റ്ഫോം നമ്പർ 2 പോവാം. ഏകദേശം 2 മണിയാനായി ഞാനിവിടെ എത്തുമ്പോൾ. അപ്പോൾ നമുക്ക് വേഗം അതിന് ഒരു 10-15 മിനിറ്റുകൾ വേഗം അവിടെ പോവാം. നമ്മളെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ സെറ്റപ്പിലാക്കിയതിന് ശേഷം വേഗം നമുക്ക് അവിടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ നമുക്ക് വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സീറ്റ് അവിടെ പിടിക്കാം. ഇതാണ് നമ്മുടെ മുംബൈ CST വണ്ടി. ഇവിടെ തന്നെ ജംഗ്ഷൻ തന്നെ എടുക്കുന്ന വണ്ടി ആയതുകൊണ്ട് നമ്മൾ വേറെ സ്ലീപ്പറോ D2 സിറ്റിങ്ങോ സെക്കൻഡ് സിറ്റിങ്ങോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ എന്തായാലും സീറ്റും കിട്ടും. ഫ്രണ്ടിലും 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബാക്കിലും 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. എവിടെയെങ്കിലും നമുക്ക് സീറ്റ് കിട്ടും. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് കഴിക്കുകയാണ്. സമ്മന്തിയുണ്ട്, വറവുണ്ട്, പിന്നെ ഒരു ചെറിയ കറിയുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ്. അപ്പോൾ അത് കൂട്ടിയിട്ട് നമ്മുടെ നല്ല ഭക്ഷണം എല്ലാം കൂടി കൂട്ടിക്കുഴച്ച്, അല്ലെങ്കിൽ ഈ പൊതിച്ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. വീട്ടിൽ നിന്നുള്ള പൊതിച്ചോറ് എൻ്റെ മോനെ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. വേഗം ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. എല്ലാം കൂടി മിക്സാക്കി കൂട്ടിക്കുഴച്ച് ഒരു പിടുത്തങ്ങ് പിടിച്ച്, ആഹാ എന്നാ ടേസ്റ്റ്. ഏറ്റവും വലിയ പണി കിട്ടി എന്നാണെന്നറിയോ, വണ്ടി 2 മണിക്ക് എടുക്കേണ്ട വണ്ടി 2:45 ഭക്ഷണം ഞാൻ തിരക്ക് പിടിച്ചായിരുന്നു കഴിച്ചത്. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇവരാദ്യം പറഞ്ഞിരുന്നെങ്കിൽ വണ്ടി ലേറ്റാവുമെന്ന് തരില്ല. ഇനിയിപ്പോൾ എക്സ്പ്രസ് ആയതുകൊണ്ട് മത്സ്യഗന്ധ അതിന് മുന്നേ പോയി കേട്ടോ. 2 മണിക്ക് പ്രോപ്പർ 2 മണിക്ക് എടുക്കും. പക്ഷേ ഇത് പ്രയോറിറ്റി കൂടുതലായതുകൊണ്ട്, സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് അതിനെന്തായാലും ഇത് ഓവർടേക്ക് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. അത് 2 മണിക്ക് തന്നെ പോയിന്. ഇതിപ്പോൾ 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ് പോകുന്നുണ്ട്. അല്ല, അത് 2:20 തന്നെ പോയിന്. ഇത് 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഓക്ക എക്സ്പ്രസ് വരെയല്ലേ പറഞ്ഞു. ഓക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ളത് 12977 എന്ന വണ്ടി നമ്പറുള്ള മരുസാഗർ എക്സ്പ്രസ്, മരുസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ഈ വണ്ടി എറണാകുളത്ത് എടുക്കുന്നതാണ്. ഓക്ക പോലെ തന്നെ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണ്. ഇത് ഞായറാഴ്ച എറണാകുളത്ത് നിന്ന് രാത്രി 8:25 എടുക്കുന്ന വണ്ടിയാണ്. ഇത് ബൈന്ദൂരെത്തുക 7 മണിക്കാണ്. 7 മണിക്കാണ് ബൈന്ദൂരെത്തുക. ബൈന്ദൂർ സ്റ്റേഷനിൽ 7 മണിക്ക് എത്തുന്ന വണ്ടിയാണ്. അപ്പോൾ കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡുകാർക്ക് ഇത് തിങ്കളാഴ്ചയുള്ള വണ്ടിയാണ്. അത് നിങ്ങൾ ഓർമ്മിക്കുക. ബാക്കി വണ്ടി പോലെ തന്നെ ഇതും ഒരു ദിവസം ഇപ്പുറത്തായിട്ടാണ് വരുന്നത്. ഇത് 8:25 എറണാകുളത്ത് നിന്ന് എടുത്ത്
7 മണിക്ക് ബൈന്ദൂർ എത്തുന്ന വണ്ടിയാണ്. അപ്പോൾ തിരുവനന്തപുരംകാർക്കൊന്നും നമുക്ക് തിരുവനന്തപുരംകാർക്കെല്ലാം ഉള്ള വണ്ടിയാണ് നമ്മുടെ ഏത് വണ്ടി, ഗാന്ധിധാമും വേരവേൽ എക്സ്പ്രസ്സൊക്കെ. ഇനിയിപ്പോൾ തിരുവനന്തപുരംകാർക്കൊക്കെ വരുന്ന മറ്റേ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേരവേലും ഗാന്ധിധാമും കഴിഞ്ഞ് കഴിഞ്ഞാൽ എറണാകുളവും മരുസാഗറും എറണാകുളം വണ്ടിയാണ്. ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ശനിയാഴ്ച വൈകിട്ട് 3:45 ബൈന്ദൂരെത്തുക. പിറ്റേന്ന് രാവിലെ 6:50 ബൈന്ദൂരെത്തുന്ന 163-12 ശ്രീ ഗംഗാനഗർ വീക്ക്ലി എക്സ്പ്രസ് ആണുള്ളത് നമുക്ക് തിരുവനന്തപുരംകാർക്ക്. അപ്പോൾ അതും നമ്മുടെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടുകാർക്ക് തിരുവനന്തപുരം ശനിയാഴ്ച എടുക്കുന്ന വണ്ടി ഞായറാഴ്ചയാണ് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോടുകാർക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ട്രെയിനുള്ളത് നമ്മുടെ ഗംഗാനഗർ കഴിഞ്ഞാൽ ഭാവ്നഗർ ടെർമിനസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. 192-59 എന്ന് വണ്ടി നമ്പർ വരുന്ന ഭാവ്നഗർ ടെർമിനൽ എക്സ്പ്രസ് 192-59 ഭാവ്നഗർ. അതും തിരുവനന്തപുരം നോർത്ത് നിന്ന് എടുക്കുന്നതാണ്. നമ്മുടെ ഗംഗാനഗർ എക്സ്പ്രസ്സും തിരുവനന്തപുരം നോർത്ത് തന്നെയാണ്, ഭാവ്നഗറും തിരുവനന്തപുരം നോർത്ത് തന്നെയാണ്. ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് നിന്ന് എടുത്ത്, അതായത് തിരുവനന്തപുരം നോർത്ത് നിന്ന് ഭാവ്നഗർ എടുപ്പ് എത്ര മണിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3:45 തന്നെയാണ്. സെയിം ടൈം തന്നെയാണ്. അതായത് വീക്കിലി എക്സ്പ്രസ്സിൽ ഏകദേശം സെയിം ടൈം തന്നെയാണ്. 3:45 എടുത്തിട്ട് ബൈന്ദൂരെത്തുക 6:30. സെയിം ഏകദേശം അപ്പുറത്ത് ഇപ്പുറത്ത് 15 മിനിറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം മാത്രം. ഇത് സൺഡേ ഞായറാഴ്ച എടുക്കുന്ന വണ്ടിയാണ്. തിങ്കളാഴ്ച ആയിരിക്കും കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡുകാർക്ക്. അപ്പോൾ ഭാവ്നഗറും ഗംഗാനഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാവ്നഗറാണുള്ളത്. പിന്നെ വരുന്ന നമ്മളെ വണ്ടിയാണ് പിന്നെയുള്ള വണ്ടിയാണ് മുരുടേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. കെച്ചകൗടെ തൊട്ടിട്ട് മുരുടേശ്വർ വരെയുള്ള വണ്ടിയാണ്. നമ്മുടെ പാലക്കാട് ഉള്ള വണ്ടിയാണ്. എറണാകുളം, തിരുവനന്തപുരം ടീമിനുള്ള, പാലക്കാട് മലബാർ ഏരിയ ടീമിനുള്ളതാണ്. പാലക്കാട് ഏകദേശം നമുക്ക് വണ്ടി എത്തുക ഏകദേശം 2:32 ഉച്ചക്ക് എത്തിയിട്ട് ബൈന്ദൂരെത്തുക നമ്മുടെ രാത്രി 1 മണി അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ബൈന്ദൂർ ജംഗ്ഷനിലേക്ക് എത്താനായിട്ടുണ്ട്. ഇതാ നമ്മുടെ ഓരോ സ്റ്റേഷൻ കടന്ന് നമ്മൾ ബൈന്ദൂർ ജംഗ്ഷനിലെത്തി. ഇതാണ് നമ്മുടെ മുംബൈ CST വണ്ടി. ഇതിലിടക്ക് നമ്മൾ ഈ വണ്ടി മത്സ്യഗന്ധേനൊക്കെ നമ്മൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ വണ്ടീനെ നമുക്ക് യാത്രയാക്കാം. മുംബൈ CST ഛത്രപതി ടെർമിനസ് വരെ പോകുന്ന വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ലോക്കോ നമ്മുടെ വണ്ടിയെ വലിച്ചു കൊണ്ടുപോവുകയാണ്. സിഗ്നലൊക്കെ കിട്ടി അങ്ങനെ നമ്മളെ വണ്ടി പോവുകയാണ്. ഇനിയിപ്പോൾ ബാക്കി ട്രെയിൻ പറയുകയാണെങ്കിൽ നമ്മുടെ മുരുടേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്നത് വണ്ടിയാണ്. പിന്നെയുള്ളത് നമുക്ക് ഗരീബ് രാത്ത് മുംബൈ LTT വണ്ടിയാണ് 122-02. അത് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് രാത്രി എത്തുന്ന വണ്ടിയാണ്. അത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈ CST വരെ പോകുന്ന ഛത്രപതി ശിവജി ടെർമിനലിലേക്ക് വരെ പോകുന്ന മുംബൈ CST മംഗലാപുരം ജംഗ്ഷൻ മുംബൈ CST ട്രെയിനിലാണ്. അതല്ലാതെ നിങ്ങൾക്ക് മംഗലാപുരം സെൻട്രലിലെ മത്സ്യഗന്ധയുണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആദ്യം എടുത്തത് മത്സ്യഗന്ധയാണ്. ജംഗ്ഷനിൽ എത്തിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. ജംഗ്ഷനിലെ ട്രെയിനാണ് 2 മണിക്ക് എടുക്കുന്നത്. അതായത് മുംബൈ CST വണ്ടിയാണ് 2 മണിക്ക് എടുക്കുന്നത്. അതിന് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എത്തിയത്. ജംഗ്ഷനിലേക്ക് പോയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എങ്കിൽ ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് മുംബൈ CST വണ്ടി വിട്ടത് 2:40 മറ്റത് 2:20 മത്സ്യഗന്ധ. അത് കറക്റ്റ് ടൈമിന് വിട്ടു. പക്ഷേ എങ്കിൽ നമ്മൾ തന്നെയാണ് ഫസ്റ്റ് എത്തിയത്. ഇത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ മത്സ്യഗന്ധേനെ പാസ് ചെയ്തിട്ട് നമ്മൾ അത് ഏകദേശം ഇന്നജെ എന്ന് പറഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷൻ ആകുമ്പോൾ മത്സ്യഗന്ധേനെ പാസ് ചെയ്തിട്ടാണ് നമ്മളേക്ക് ഇങ്ങോട്ടേക്ക് എത്തിയത്. ബൈന്ദൂർ മൂകാംബിക റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. എങ്ങനെയായാലും നമുക്ക് 2 ട്രെയിനിൽ വരാം. ഒന്നിക്കൽ മത്സ്യഗന്ധയിൽ വരാം, അല്ലെങ്കിൽ മുംബൈ CSTയിൽ വരാം. അതിനുശേഷം 3:30 അവിടുന്ന് ഒരു മെമോയും കൂടിയുണ്ട്. ഇതിൽ 3-ൽ ഏതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം. ബാക്കി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ മുന്നേ കുറേ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും 2-3 ട്രെയിനും കൂടിയുണ്ട്, അത് ഉൾപ്പെടുത്താം. ഇതാണ് നമ്മുടെ ബൈന്ദൂർ മൂകാംബിക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നമുക്ക് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുംബൈ LTT ഞാൻ എന്താ വരണ്ട എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി എല്ലാം ബുക്ക് ചെയ്തെല്ലാം സെറ്റായിട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഇവിടുന്ന് ടാക്സി എടുത്ത് പോകാൻ തയ്യാറായിട്ട് വരികയാണെങ്കിലും നമ്മളവിടെ റൂമും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ദേവസ്വത്തിലോ വിളിച്ച് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് മുംബൈ LTTക്കൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലേ നമ്മളിവിടെ വന്നിട്ട് ഈ സ്റ്റേഷനിൽ പെട്ട് പോവത്തേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റേഷനാണ്. നമുക്ക് ഇരിക്കാനൊക്കെ ഇരിപ്പിടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ മത്സ്യഗന്ധ ഏകദേശം എത്താനായി അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മത്സ്യഗന്ധയെ ഒന്ന് കണ്ടിട്ട് പോവാം. അത്
ഏകദേശം നമ്മൾ ഇറങ്ങി ഞാനിപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇൻട്രോ ഒക്കെ എടുത്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മത്സ്യഗന്ധ വരുന്നുണ്ട് എന്നുള്ള അനൗൺസ്മെൻറ്റും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മത്സ്യഗന്ധയും വരുന്നുണ്ട്. അപ്പോൾ നോക്കാം, അതും കൂടി കണ്ടിട്ട് പോവാം. പിന്നെ നമ്മുടെ മത്സ്യഗന്ധ വരുന്നത് ഇതാണോ നമ്മുടെ മത്സ്യഗന്ധ? ഹൈ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഷെയർ ടാക്സികളൊക്കെ കിട്ടും കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഷെയർ ടാക്സി ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ടാക്സി മൊത്തത്തിൽ വിളിച്ചിട്ട് അങ്ങ് പോകാം. ഏകദേശം 2000 രൂപയൊക്കെ ഇവർ പറയും. അത് നമ്മൾ പറഞ്ഞ് പേസി നമുക്കൊരു 1000 രൂപക്കെല്ലാം അല്ലെങ്കിൽ 1200 രൂപക്കെല്ലാം പോകാൻ പറ്റുന്ന വിധത്തിൽ കൊല്ലൂരേക്ക് വണ്ടി കിട്ടും കേട്ടോ. ഇതിൻ്റെ തൊട്ട ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഹോട്ടലുണ്ട്. നമ്മൾ രാത്രിയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോട്ടലിൽ റൂം എടുക്കാം. ഹോട്ടലിൽ താമസിച്ചിട്ട് രാവിലെ ഇവിടുന്ന് ഒന്നിക്ക് ബസ്സിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ടാക്സി എടുത്തിട്ട് തന്നെ പോവാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിന് നമുക്ക് സ്ഥിരമുള്ള വണ്ടിയാണ്. അടുത്ത വണ്ടീൻ്റെ പറിച്ച് പറയുകയാണ്, നമ്മൾ സ്ഥിരമുള്ള നേത്രാവതി എക്സ്പ്രസ് 163-46 എന്നുള്ള നേത്രാവതി എക്സ്പ്രസ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന രാവിലെ 9:15 തിരുവനന്തപുരത്ത് എടുക്കുന്ന വണ്ടി ബൈന്ദൂർ എത്തുക രാത്രി 1:20 അങ്ങനെ ആകുമ്പോൾ. അതുകൊണ്ട് ഞാൻ നേത്രാവതി ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഒന്നിക്ക് നമ്മളിവിടെ റൂമൊക്കെ എടുക്കേണ്ടി വരും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എൻ്റെ തൊട്ട മുന്നിൽ ഒരു ഫാമിലി കാണുന്നില്ല. അതേപോലെ കുറേ ഫാമിലീസൊക്കെ ഇവിടെ നമുക്ക് പരിചയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ വന്ന് ഇറങ്ങിയ ഫാമിലി ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ടാക്സി എടുത്ത് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. നേത്രാവതിക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി പുലർച്ചയ്ക്ക് എത്തുന്ന അല്ലെങ്കിൽ രാവിലെ എത്തുന്ന വണ്ടിക്ക് വരാൻ ശ്രമിക്കുക എന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റ് 2-3 നമുക്ക് 3 ഒരു വീക്ക്ലി ട്രെയിൻസും കൂടിയുണ്ട്. അതൊന്ന് ദാദർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, അത് ബുധനാഴ്ചകളിൽ മാത്രമുള്ളതാണ്. പിന്നെ ജബൽപൂർ സ്പെഷ്യൽ ഫെയർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, അത് തിങ്കളാഴ്ച മാത്രമുള്ളതാണ്. പിന്നെ പൂർണ്ണ എക്സ്പ്രസ്, അത് തിങ്കളാഴ്ച മാത്രമുള്ളതാണ്. ഈ 3 വണ്ടികളും കൂടിയാണ് സ്പെഷ്യൽ വണ്ടികൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി രാവിലെ ബൈന്ദൂരെത്തുന്ന വണ്ടികൾക്ക് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് രാവിലെ ഒരു 6:30-7 മണി അങ്ങനെ ആകുമ്പോൾ അങ്ങനെ വരാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മുടെ വേരവേൽ എക്സ്പ്രസ്, ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസ്, മരുസാഗർ എക്സ്പ്രസ്, എറണാകുളം ഓക്ക, പിന്നെ ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്, ഭാവ്നഗർ ടെർമിനൽ എക്സ്പ്രസ്. അതൊക്കെ രാവിലെ എത്തുന്ന വണ്ടികളാണ്. പരമാവധി അതിന് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ രാവിലെ 5 മണിയാകുമ്പോൾ എത്തുന്ന പൂർണ്ണ എക്സ്പ്രസ്. മാക്സിമം ഈ വണ്ടികൾക്കൊക്കെ വരാൻ ശ്രമിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ മുംബൈ CSTൻ്റെ ടിക്കറ്റ് റേറ്റ് പറഞ്ഞില്ലല്ലോ, 75 രൂപയായത് മാംഗ്ലൂർ ജംഗ്ഷൻ തൊട്ടിട്ട് ബൈന്ദൂർ വരെ. മൊത്തത്തിൽ ടോട്ടൽ എനിക്ക് ബൈന്ദൂർ വരെ ആയത് 160 രൂപയാണ്. ഓക്കെ, പക്ഷേ ഈ സ്കൂളാന്ന് തോന്നുന്നു. അതന്നെ സ്കൂൾ തന്നെ. സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഇവിടെ ഒരു ബസ് നിർത്തി കാണുന്നില്ലേ, അവിടെ ഒരു ബസ് നിർത്തി കാണുന്നില്ല. അത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. നേരെ റൈറ്റ് വരും, ലെഫ്റ്റ് വരും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള റോഡ് നേരെ നടന്നു വന്നിട്ട് ഈ മുൻകൂടി ജംഗ്ഷനിലെത്തിയ ലെഫ്റ്റോട്ടേക്ക് വരും. ലെഫ്റ്റ് പോയിട്ട് ഇവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് മെയിൻ റോഡ് കാണുന്നില്ല, അവിടുന്ന് റൈറ്റ് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഇതാണ് നമ്മളെ മെയിൻ റോഡാണ് ഇത്. കുറച്ച് കിടക്കുമ്പോൾ എങ്ങോട്ടേക്കുള്ള മെയിൻ റോഡാണല്ലോ അറിയില്ല. ആ കാണുന്ന തന്നെയാണ് ബസ് സ്റ്റാൻഡ്. അതാ ബസ്. ഇത് നമ്മളെ മുന്നേ തന്നെ ഇത് അവസ്ഥ. കൊല്ലൂർ മൂകാംബിക റോഡ് വെച്ച് ബസ് ഇതാണ് ബസ് സ്റ്റാൻഡ്. ഈ ബസ്സിൽ പോവാം. അപ്പോൾ നമ്മുടെ ബസ് എടുക്കുവാണ്. 5:50 ബസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് ബസ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്.
മനസ്സിലാക്കാൻ കഴിഞ്ഞ അവിടെ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതാണ് ലാസ്റ്റ് ബസ് എന്നാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഫുൾ സീറ്റിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് മൂകാംബികയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ബസ്സിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ നമുക്കിനി മൂകാംബികയിൽ എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ബസ്. അപ്പോൾ അതിനനുസരിച്ച് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കൊല്ലൂർ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. രാത്രി 6:55 ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ 6:55 ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ എല്ലാത്തിനും കാരണം മറ്റേ മുംബൈ CST വണ്ടി ലേറ്റ് ആയതാണ്. 2 മണിക്ക് എടുക്കേണ്ട വണ്ടി 2:40 അടുത്തത്. അതുകൊണ്ട് തന്നെ മൂകാംബിക ബൈന്ദൂർ റോഡിലെത്തിയത് 5:15 അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് വിട്ട മത്സ്യഗന്ധയും 5:30 ബൈന്ദൂർ റോഡിലെത്തും. മൊത്തത്തിൽ ലേറ്റ് ആവാൻ കാരണം മുംബൈ CST ലേറ്റ് ആയതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കണം അമ്പലത്തിലേക്ക്. നമുക്ക് വേഗം വിടാം. എന്നിട്ട് റൂം എടുത്തിട്ടില്ല. റൂം ദേവസ്വം ബോർഡിൻ്റെ റൂംസ് അവൈലബിൾ ആണോ നമുക്ക് നോക്കാം. ദേവസ്വം ബോർഡിൻ്റെ റൂംസ് അവൈലബിൾ ആണോ നോക്കിയിട്ട് അവിടെ കിട്ടുമോ നോക്കാം. നമുക്ക് അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കല്ല ഇഷ്ടംമാതിരി റൂംസും കാര്യങ്ങളും അവൈലബിൾ ആണ്. നമ്മളെ വന്ന് വിളിക്കും റൂം വേണോ എന്ന് ചോദിച്ചിട്ട്. എല്ലാവർക്കും അറിയാം കൂടുതലും മലയാളികളാണ് അമ്പലത്തിലേക്ക് കൊല്ലൂരേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും മലയാളം പറഞ്ഞാലും കേട്ടാലും മനസ്സിലാവും. അവർ നമ്മളോട് മലയാളത്തിൽ സംസാരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന ലക്ഷ്യം ദേവസ്വം റൂം കിട്ടുമെന്നാണ്. നമുക്കത് റൂം കിട്ടുമോ നോക്കാം. എന്നിട്ട് നേരെ അമ്മയെ തൊഴാനും പോവാം. അപ്പോൾ റൂം കിട്ടുമോ എന്നുള്ളതും റൂമിൻ്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന യാത്രകളും കാര്യങ്ങളും ഏതൊക്കെ ട്രെയിൻ ഉണ്ട് എന്തൊക്കെ ട്രെയിൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ബസ്സിൻ്റെ ഇത് ഞാൻ വന്ന ബസ് ലാസ്റ്റ് ബസ് എന്നാണ് എനിക്ക് അവിടുന്ന് കണ്ടക്ടർ പറയുന്നത് കേട്ട് മനസ്സിലായത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ നോക്കി സമയം ഷെഡ്യൂൾ ചെയ്ത് വരാൻ ശ്രമിക്കുക.